ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക്കോളാസ്. ആർ പ്രോഗ്രാമിങ്ങിലെ ഡേറ്റ സ്ട്രക്ചേഴ്സിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫാക്ടേഴ്സ് എന്നുള്ള ഒരു ഡേറ്റ സ്ട്രക്ചറാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് കാറ്റഗറിക്കൽ ഡേറ്റയെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡേറ്റ സ്ട്രക്ചറാണ്. അതായത് നമ്മളുടെ കയ്യിൽ ഒരുപാട് ഡേറ്റ ഉണ്ട് എന്ന് വിചാരിക്കുക. ആ ഡേറ്റയെ നമുക്ക് ഡിഫറെൻറ്റ് കാറ്റഗറിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഡേറ്റ സ്ട്രക്ചറാണ് ഫാക്ടർ. A factor in R is a data structure used to represent categorical data with a fixed set of unique values called levels. നമ്മൾ ഡേറ്റയെ ഡിഫറെൻറ്റ് കാറ്റഗറിയിലാക്കി മാറ്റുകയാണെങ്കിൽ ആ കാറ്റഗറി, ഓരോ കാറ്റഗറിയെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ലെവൽസ്. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഒരു വെക്റ്റർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഫ്രൂട്ട് വെക്റ്റർ. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ പേര് അസൈൻ ചെയ്യുന്നു, വെക്റ്ററായിട്ട് അസൈൻ ചെയ്യുന്നു. ആപ്പിൾ, ചെറി, ബനാന, അഗെയിൻ ആപ്പിൾ, ചെറി, apple, banana, cherry, ആപ്പിൾ. ഇവിടെ ഞാൻ ഫ്രൂട്ട് വെക്റ്റർ എന്ന പേരിൽ ഒരു വെക്റ്റർ ക്രിയേറ്റ് ചെയ്തു. ഈ വെക്റ്ററിനകത്തേക്ക് കുറച്ച് ഫ്രൂട്ട്സിൻ്റെ പേരുകളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ ഓരോ പേരും റിപ്പീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ നമുക്ക് ഓരോ കാറ്റഗറി കണ്ടുപിടിക്കാം. ആപ്പിൾ എന്നുള്ള ഒരു കാറ്റഗറി, ആപ്പിൾ ഇതിനകത്ത് 3-4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അതല്ല, ചെറിയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ചെറി ഇതിനകത്ത് 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ആ ഒരു ടേമിനെയാണ് നമ്മൾ ലെവൽ എന്ന് വിളിക്കുന്നത്. നമ്മൾ ആദ്യം വെക്റ്ററിനെ, ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വെക്റ്ററിനെ ഫാക്ടറിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഫാക്ടറിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിൽ ലെവൽസ് ഉണ്ടാവുകയുള്ളൂ. ആദ്യം നമുക്ക് അതിനെ ഫാക്ടറിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഫാക്ടറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഫാക്ടർ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഞാനിവിടെ കൺവേർട്ട് ചെയ്ത് കിട്ടുന്ന ഫാക്ടറിനെ ഫ്രൂട്ട് ഫാക്ടർ എന്നുള്ളൊരു വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നു. ഫ്രൂട്ട് ഫാക്ടർ. ഇതിനകത്തേക്ക് ഫാക്ടർ ഓഫ് ഫ്രൂട്ട് വെക്റ്റർ, ഫ്രൂട്ട് വെക്റ്ററിനെ ഫാക്ടറിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം ഫ്രൂട്ട് ഫാക്ടർ എന്നുള്ള ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഫ്രൂട്ട് ഫാക്ടറിനെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം എന്താണ് വരുന്നത് എന്നുള്ളത്. പ്രിന്റ് ഫ്രൂട്ട് ഫാക്ടർ. യെസ്, ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ ഫ്രൂട്ട് വെക്റ്ററിനകത്തുള്ള എല്ലാ ഐറ്റംസും നമുക്കിവിടെ കാണാം. അതുകൂടാതെ ലെവൽസ് എന്നുള്ള ഒരു ലേബലിൽ അതിനകത്ത് ഉള്ള യുണീക്ക് ആയിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ പേരുകൾ നമുക്കിവിടെ കാണാം. അതായത് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഫാക്ടറാണ്. ഈ ഫാക്ടറിനകത്ത് 3 ലെവലുകളുണ്ട്. ആപ്പിൾ, ബനാന, ചെറി എന്നുള്ളതാണ് ആ 3 ലെവലുകൾ. ഇതിൽ ലെവൽസ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ലെവൽസിനെ മാത്രമായിട്ടും വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. പ്രിന്റ് ലെവൽസ് ഓഫ് ഫ്രൂട്ട് ഫാക്ടർ, പ്രിന്റ് ലെവൽസ് ഓഫ് ഫ്രൂട്ട് ഫാക്ടർ. ഇവിടെ ഈ ഒരു ഫ്രൂട്ട് ഫാക്ടർ എന്നുള്ള ഫാക്ടറിനകത്തുള്ള ലെവൽസ് നമുക്കിവിടെ കാണാം. ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു ഫാക്ടർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കിയത്. അതുപോലെ നമുക്ക് ഫാക്ടറിനകത്ത് നിന്നും ഐറ്റംസിൻ്റെ ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്തുകൊണ്ട് ഐറ്റംസിനെ ആക്സസ് ചെയ്യാം. ഇവിടെ ഈ ഫാക്ടറിനകത്ത് ഒന്നാമത്തെ ഇൻഡെക്സ് നമ്പറിൽ ഇരിക്കുന്നത് ആപ്പിൾ എന്നുള്ള ഐറ്റമാണ്. രണ്ടാമത്തെ ഇൻഡെക്സ് നമ്പറിൽ ചെറിയാണ് ഇരിക്കുന്നത്. അതിന് നമുക്ക് ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്തുകൊണ്ട് ആക്സസ് ചെയ്യാവുന്നതാണ്. പ്രിന്റ് ഫാക്ടറിൻ്റെ പേര്,
സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഇൻഡെക്സ് നമ്പർ. ഞാനിവിടെ 1 ആണ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് ഒന്നാമത്തെ ഐറ്റമാണ് കിട്ടുക. 1ന് പകരം 2 ആണ് കൊടുത്തിരുന്നതെങ്കിൽ രണ്ടാമത്തെ ഐറ്റമാണ് നമുക്ക് കിട്ടുക. ഇനി ഇതുപോലെ ഒരു ഫാക്ടറിനകത്ത് എത്ര ഐറ്റംസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ലെങ്ത് ഫംഗ്ഷനെ യൂസ് ചെയ്യാം. പ്രിന്റ് ലെങ്ത് ഓഫ് ഫ്രൂട്ട് ഫാക്ടർ. പ്രിന്റ് ലെങ്ത് ഓഫ് ഫ്രൂട്ട് ഫാക്ടർ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 9 എന്നാണ് കിട്ടിയിട്ടുള്ളത്. അതായത് നമ്മുടെ ഫാക്ടറിനകത്ത് 9 വാല്യൂസ് ഉണ്ട്, 9 ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫാക്ടറിനകത്തുള്ള ഐറ്റംസിനെ ചേഞ്ച് ചെയ്യാം. അതിൻ്റെ ഇൻഡെക്സ് നമ്പർ റെഫർ ചെയ്തുകൊണ്ട് ഐറ്റംസിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഒന്നാമത്തെ ഐറ്റത്തിന് ചേഞ്ച് ചെയ്തിട്ട് വേറൊരു വാല്യൂ കൊടുക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ഐറ്റത്തിനെ നമ്മൾ ആദ്യം ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്തുകൊണ്ട് ആക്സസ് ചെയ്യണം. ഫ്രൂട്ട് ഫാക്ടറിനകത്ത് നിന്നും ഒന്നാമത്തെ ഐറ്റത്തിന് ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്തുകൊണ്ട് ആക്സസ് ചെയ്തു. അതിലേക്ക് പുതിയൊരു വാല്യൂവിനെ അസൈൻ ചെയ്യുകയാണ്. ബനാനയാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അതിനുശേഷം ഫ്രൂട്ട് ഫാക്ടറിനെ ചെക്ക് ചെയ്ത് നോക്കാം. ഒബ്ജക്റ്റ് ഫ്രൂട്ട് ഫാക്ടർ നോട്ട് ഫൗണ്ട്. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. യെസ്, ഇവിടെ വന്നിട്ടുള്ള റിസൾട്ടിൽ നിങ്ങൾക്ക് കാണാം ഒന്നാമത്തെ ഐറ്റം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഇൻഡെക്സ് നമ്പർ റെഫർ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഫാക്ടറിനകത്തുള്ള ഐറ്റംസിനെ ചേഞ്ച് ചെയ്യാം. പക്ഷേ ഫാക്ടറിൽ ഓൾറെഡി ഇല്ലാത്ത ഒരു ഐറ്റം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അതായത് ഈ ഫാക്ടറിനകത്ത് 3 ലെവൽസ് ആണുള്ളത്. നമ്മുടെ ഫാക്ടറിനകത്ത് 3 ലെവൽസ് ആണുള്ളത്. ആപ്പിൾ, ബനാന, ചെറി. ഈ ലെവലിനകത്തുള്ള ഒരു ഐറ്റത്തിന് മാത്രമേ നമുക്ക് ഫാക്ടറിനകത്തോട്ട് അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ ലെവലിന് പുറത്തുള്ള ഒരു ഐറ്റത്തിന് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഫ്രൂട്ട് ഫാക്ടറിലെ ഒന്നാമത്തെ ഐറ്റത്തിനെ ഞാൻ ചേഞ്ച് ചെയ്തിട്ട് അവിടെ മാംഗോ എന്ന് കൊടുക്കുകയാണ്. മാംഗോ. ഇത് വർക്ക് ചെയ്യുമോ എന്നുള്ളത് നോക്കാം. യെസ്, ഇത് വർക്ക് ചെയ്യുന്നില്ല. ഇവിടെ ഒരു എറർ മെസ്സേജ് ആണ് കാണിക്കുന്നത്. വാർണിംഗ് മെസ്സേജ്, ഇൻവാലിഡ് ഫാക്ടർ ലെവൽ. ഇങ്ങനെ സംഭവിച്ചതിന് കാരണം മാംഗോ എന്നുള്ള ഒരു ലെവൽ നമ്മുടെ ഫാക്ടറിനകത്ത് ഇല്ല. സോ അതുകൊണ്ട് ആ ഒരു ലെവലിൽ ഇല്ലാത്തൊരു ഐറ്റത്തിന് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. ഫാക്ടർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഫാക്ടറിൻ്റെ ലെവൽസ് നമുക്ക് എക്സ്പ്ലിസിറ്റ്ലി കൊടുക്കാം. അതായത് ഞാൻ ഈ ഫാക്ടറിനെ ഒന്നുകൂടി ക്രിയേറ്റ് ചെയ്യുകയാണ്. ഫ്രൂട്ട് ഫാക്ടർ ഓഫ് ഫ്രൂട്ട് വെക്റ്റർ. അതിനുശേഷം ഈ ഫാക്ടറിനകത്ത് ഏതൊക്കെ ലെവൽസ് ഉണ്ടാവുമെന്ന് ഞാൻ കൊടുക്കുന്നു. ലെവൽസ് ഈക്വൽ ടു വെക്റ്ററായിട്ട് ആപ്പിൾ, ബനാന, ചെറി, അത് കൂടാതെ മാംഗോയും കൂടി ഞാൻ കൊടുക്കുകയാണ്. മാംഗോ എന്നുള്ള വാല്യൂ നമ്മുടെ ഒറിജിനൽ വെക്റ്ററിനകത്ത് ഇല്ല, നമ്മുടെ ഈ ഫാക്ടറിനകത്തും ഇല്ല. പക്ഷേ മാംഗോ എന്നുള്ളൊരു ലെവൽ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്കിനി ഈ ഫാക്ടറിനകത്തെ ഒരു വാല്യൂവിനെ ചേഞ്ച് ചെയ്തിട്ട് മാംഗോ എന്നുള്ളൊരു വാല്യൂവിനെ നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഫ്രൂട്ട് ഫാക്ടറിലെ ഒന്നാമത്തെ വാല്യൂവിനെ ചേഞ്ച് ചെയ്തുകൊണ്ട് അവിടെ മാംഗോ എന്നുള്ളൊരു വാല്യൂവിനെ കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ആ ഫാക്ടറിനെ ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, ഇവിടെ ഒന്നാമത്തെ ഐറ്റം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇത് പോസിബിൾ അല്ലായിരുന്നു. കാരണം നേരത്തെ നമ്മുടെ ലെവൽസിൽ മാംഗോ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ലെവൽസിൽ മാംഗോ ഉണ്ട്. നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി ലെവൽസിനെ അസൈൻ ചെയ്ത് കൊടുത്തതുകൊണ്ടാണ് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റിയത്. ഇതുപോലെ ടേബിൾസ് എന്നുള്ള
ടേബിൾ എന്നുള്ളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഓരോ ഐറ്റത്തിൻ്റെയും ഒക്കറൻസ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. അതായത് ഓരോ ഐറ്റവും എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ടേബിൾ ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ടേബിൾ ഫംഗ്ഷനിലേക്ക് ഫ്രൂട്ട് ഫാക്ടറിനെ അസൈൻ ചെയ്യുകയാണ്. ടേബിൾ ഫംഗ്ഷനിലേക്ക് ഫ്രൂട്ട് ഫാക്ടറിനെ അസൈൻ ചെയ്യുന്നു, പാസ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് കാണാം ആപ്പിളിൻ്റെ കൗണ്ട് 3, ബനാന 2, ചെറി 3, മാംഗോ 1. അതായത് നമ്മുടെ ഫ്രൂട്ട് ഫാക്ടറിലെ ഓരോ ഐറ്റവും എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്, എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് നമ്മുടെ വെക്ടറിനകത്ത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള വാല്യൂ ഏതാണെന്നുള്ളത് ഫൈൻഡ് ചെയ്യാം. അതിനുവേണ്ടി ഇവിടെ ഞാൻ ടേബിൾ ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് കിട്ടിയ റിസൾട്ടിനെ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യാണ്. ഫ്രൂട്ട് കൗണ്ട് എന്നുള്ള ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിലോട്ട് ആ റിസൾട്ടിനെ സ്റ്റോർ ചെയ്യുകയാണ്. അപ്പോൾ ഫ്രൂട്ട് കൗണ്ടിൽ എന്താണ് ഇരിക്കുന്നത്? ഫ്രൂട്ട് കൗണ്ടിനകത്ത് ഓരോ ഐറ്റവും അതിൻ്റെ ഫ്രീക്വൻസിയാണ് ഇരിക്കുന്നത്. ഓരോ ഐറ്റം എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നതാണ് ഫ്രൂട്ട് കൗണ്ടിലുള്ളത്. ഇതിൽ നിന്നും ഇതിൻ്റെ മാക്സിമം വാല്യൂ ഞാൻ ഫൈൻഡ് ചെയ്യുകയാണ്. അതായത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഫ്രൂട്ടിനെ ഫൈൻഡ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി വിച്ച് ഡോട്ട് മാക്സ് ഫംഗ്ഷനകത്തേക്ക് ഞാൻ ഫ്രൂട്ട് കൗണ്ടിനെ പാസ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ നെയിം എടുക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഐറ്റത്തിൻ്റെ പേര് എടുക്കുകയാണ്. അതിനെ ഞാനിവിടെ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. മോസ്റ്റ് റിപ്പീറ്റഡ് ഫ്രൂട്ട്. ഇതിന് ശേഷം മോസ്റ്റ് റിപ്പീറ്റഡ് ഫ്രൂട്ടിനെ നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം, എന്താണ് റിസൾട്ട് എന്നുള്ളത് നോക്കാം. യെസ്, ഇവിടെ ആപ്പിൾ എന്നാണ് വന്നിട്ടുള്ളത്. ബിക്കോസ് ആപ്പിൾ എന്നുള്ള ആ ഒരു വാല്യൂ ആണ് ഈ ഒരു ഫാക്ടറിനകത്ത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള വാല്യൂ. ഈ ഒരു രീതിയിൽ നമുക്കത് ഫൈൻഡ് ചെയ്യാം. ഇത്രയുമാണ് ഫാക്ടേഴ്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. ഇതുപോലെ കാറ്റഗറിക്കൽ ഡേറ്റയെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡേറ്റ സ്ട്രക്ചറാണ് ഫാക്ടേഴ്സ്. താങ്ക് യു.